നമസ്കാരം. ഇന്ന് നമ്മളൊരു താരത്തിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഏകദേശം ഒരു 10-26 വർഷമായിട്ട് സിനിമാ മേഖലയിലുള്ള ഒരാള് നമ്മൾ അറിയാതെ പോയി. നമ്മുടെ ചാലക്കുടി പ്രദേശത്ത് ഒരാളുടെ എന്നുള്ളത് പലർക്കും അറിയില്ല എന്നെങ്കിൽ തോന്നുന്നു. ഞങ്ങൾ തന്നെ ഇപ്പൊ ആദ്യമായിട്ടാണ് ഇദ്ദേഹം ഒരു നായകനായിട്ടുള്ള ഒരു സിനിമ വന്നപ്പോഴാണ് നമ്മൾ ഇതിനെ കുറിച്ച് നമ്മൾ അറിയുന്നതും. നമ്മുടെ സുഹൃത്തിനെ വിളിച്ച് പറയുകയാണെങ്കിൽ ഒരാൾ ഇവിടെ നമ്മുടെ നാട്ടിലൊരു നായകനുണ്ടെന്നാണ്. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2-3 സിനിമകളിൽ നായകനായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു നല്ലൊരു സിനിമ ഇപ്പൊ കുരുക്ക് ഇങ്ങനൊരു സിനിമ ഇപ്പൊ റിലീസാവുകയാണ് ഈ വരുന്ന 5-ാം തീയതി. അപ്പോൾ അതിന്റെ നായകൻ അനിൽ ആന്റോ. അപ്പൊ അനിൽ ആന്റോനെ നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാം. എങ്ങനെയാണ് സിനിമ ഫീൽഡിലേക്ക് വന്നത്, എന്തൊക്കെയായിരുന്നു സിനിമ, അദ്ദേഹത്തിന്റെ സിനിമ സ്വപ്നങ്ങൾ, ഇനിയുള്ള പ്രതീക്ഷകൾ എന്താണെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. നമസ്കാരം അനിൽ. നമസ്കാരം. എങ്ങനെയാണ് ഒരു സിനിമ ഫീൽഡിലേക്ക് വരാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആദ്യം ഒന്ന് തന്നെ തുടങ്ങാം? അല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം തന്നെ ഈ നായകനായിട്ടുള്ള കുരുക്കിനെ കുറിച്ച് പറയാം. കുരുക്കിനെ കുറിച്ച് പറയാൻ, കുരുക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലറാണ്. അപ്പോൾ ഒരു 2 IT കപ്പിളിന്റെ കൊലപാതകവും അന്വേഷിക്കുന്ന ഒരു CI സാജൻ ഫിലിപ്പ് എന്നുള്ള ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തെ ഒരു ഫ്ലാറ്റിലും പിന്നെ ഒരു ഓപ്പൺ സ്പേസിലും വെച്ച് നടക്കുന്ന 2 മർഡർ. ആ മർഡർ അന്വേഷിക്കുന്ന CI സാജൻ ഫിലിപ്പ് അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സ്. പക്ഷെ ഓരോ സസ്പെക്റ്റുകളെ അവർ ഫോളോ ചെയ്യുന്നു. ഓരോ സ്ഥലത്തും ഒരു ഡെഡ് എൻഡിൽ നിൽക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് ഈ CI സാജൻ ഫിലിപ്പ് അദ്ദേഹത്തിന്റെ ചില നിഗമനങ്ങളും ഊഹങ്ങളും ഒക്കെ വെച്ചിട്ട് കേസ് വീണ്ടും പുതിയ ഉണ്ടാക്കി അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട്. ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഡയറക്ടർ അഭിജിത്ത് നൂറാണി എന്ന് പറയുന്ന പുതിയൊരാളാണ്. അദ്ദേഹം RS വിമലിന്റെ കൂടെ മോഹൻ കുപ്ലേരി സാറിന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരു അഡ്വർടൈസ്മെന്റിൽ ഞാൻ അഭിനയിച്ചിരുന്നു, കേരള ബാങ്കിന്റെ ഒരു കമേഴ്സ്യൽ. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു പരിചയം. അപ്പൊ അദ്ദേഹം ആക്ച്വലി ഇത് വലിയ സ്റ്റാറുകളൊക്കെ വെച്ച് ചെയ്യാൻ വേണ്ടി ഒരു 4 വർഷത്തോളമായിട്ട് ശ്രമിച്ച് നടന്ന് പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയപ്പോഴാണ് അങ്ങനെയാണല്ലോ അത് ചിലപ്പോ എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം എനിക്കൊരു ജാക്ക് പോട്ടാണത്. കാരണം എന്നെ പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആവാത്ത ഒരു അപ്കമിങ് ആക്ടർക്ക്, പ്രത്യേകിച്ച് ഒരു പോലീസ് സ്റ്റോറിയിൽ ഒരു പോലീസ് ക്യാരക്ടർ ലീഡ് റോൾ ചെയ്യാൻ പറ്റുക, കമേഴ്സ്യൽ സിനിമയിൽ ചെയ്യാൻ പറ്റാന്ന് തീർച്ചയായിട്ടും വലിയ ഒരു ലക്കാണ്. അപ്പൊ ആ ലക്ക് എങ്ങനെ തിയേറ്ററിൽ വർക്ക്ഔട്ട് ആവും എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ആകാംക്ഷ. അല്ല, നല്ല സിനിമയ്ക്ക് ഇപ്പം സ്പേസ് ഉണ്ടല്ലോ. നമ്മുടെ നാട്ടില് പുതുമുകളാണ്, അങ്ങനെയൊന്നും ഇല്ല. നല്ല സിനിമയാണ്, നല്ല സ്റ്റോറിയാണെന്ന് വെച്ചാൽ പടം വിജയിക്കും, അല്ലെങ്കിൽ അതൊരു സംശയമില്ല. തീർച്ചയായിട്ടും ചേട്ടൻ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യം. കാരണം ഇപ്പൊ ഓഡിയൻസ് മാറിയിട്ടുണ്ട്. ഓഡിയൻസിന്റെ അഭിരുചികൾ മാറിയിട്ടുണ്ട്. ഒരു സ്റ്റാർ വന്നാൽ മാത്രമേ സിനിമയ്ക്ക് പോകൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊന്നും ഇല്ല. തീർച്ചയായിട്ടും. അത് കാരണം എന്താണെന്ന് വെച്ചാൽ വേൾഡ് സിനിമ എല്ലാവരുടെയും മൊബൈലിൽ കൈവിരൽ തുമ്പിലുണ്ട്. അപ്പൊ അവരുടെ അഭിരുചികളും ചിന്താഗതികളും മാറിയിട്ടുണ്ട്. അവരെ തൃപ്തിപ്പെടുത്തുന്ന, അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കണ്ടന്റും പെർഫോമൻസും ആണെങ്കിൽ തീർച്ചയായിട്ടും വെറൈറ്റീസ് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ വേറിട്ട രീതിയിൽ ഇതുവരെ സിനിമ എന്നൊരു സാധനത്തിന് ഉപരിയായിട്ട് വേറൊരു കുറച്ചും കൂടി ബിഹേവിയറൽ സാധനങ്ങൾ വന്നല്ലോ. അപ്പൊ അതാണ് അതിനൊരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചത്. പുതുതലമുറയ്ക്ക് അതാണ് കൂടുതൽ ക്രേസ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും പുതുതലമുറയുടെ കാര്യങ്ങളൊക്കെയാണ് പടങ്ങൾ ഇപ്പൊ വിജയിക്കുന്നത്, അല്ലേ? റീസെന്റ് ആയിട്ട് നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ ഇറങ്ങിയ പോർത്തൊഴിൽ പോലെയുള്ള സിനിമകളൊക്കെ ആദ്യത്തെ റിലീസ് ദിവസം വളരെ കുറച്ച് തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നുള്ളൂ. വെറ്ററൻ ആക്ടർ ശരത് കുമാറും അശോക് സെൽവിയാണ് അതിനകത്ത് അഭിനയിച്ചിരുന്നത്. പക്ഷെ 2ാമത്തെ ആഴ്ചയും 3ാമത്തെ ആഴ്ചയും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തിയേറ്ററിൽ ഫാമിലി ഓഡിയൻസ് കയറുന്ന കാഴ്ച ഞാൻ ചാലക്കുടി ഡി സിനിമാസിലൊക്കെ കണ്ടപ്പോ സെക്കൻഡ് ഷോക്ക് പോർത്തൊഴിൽ പോലെ ഒരു ക്രൈം ത്രില്ലർ മൂവിക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ്, അതായത് ഫാമിലി വരുന്നത് 2 വയസ്സൊക്കെയുള്ള കുട്ടികൾ മുതൽ ഒരു 70-75 വയസ്സ് വരെയുള്ള അപ്പൂപ്പൻ അമ്മൂമ്മമാരെയും കൊണ്ട് ഫാമിലീസ് വരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി തോന്നി. കാരണം ഒരു അന്യഭാഷ ചിത്രത്തിന് നമ്മുടെ നാട്ടില് ഇങ്ങനെ ഓഡിയൻസിന് കിട്ടാന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ വിജയമാണ്. അത് ചേട്ടൻ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു പോയിന്റ്. ആ ഒരു പ്രതീക്ഷയാണ് നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും വിജയിക്കട്ടെ. നല്ലൊരു നമ്മുടെ നാട്ടിൽ നിന്നൊരു നായകന് ഉയർന്നൊരു സന്തോഷമല്ലേ ഉള്ളൂ. എത്ര സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു? ഇതിപ്പോ 3ാമത്തെ സിനിമയാണ് ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്നത്. ആദ്യം നായകനായിട്ട് അഭിനയിച്ചത് പപ്പ എന്നുള്ള സിനിമയായിരുന്നു. പപ്പ പൂർണ്ണമായിട്ട് ന്യൂസിലാൻഡിൽ ഷൂട്ട് ചെയ്ത ഒരു ഫാമിലി ഡ്രാമയായിരുന്നു. അതിനകത്ത് നമ്മുടെ നരേഷ് അയ്യർ, സിതാര ഒക്കെ പാടിയ 2 സോങ് ഉണ്ടായിരുന്നു. ചെറിയ സിനിമയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഒരു 18 തിയേറ്ററിൽ റിലീസ് ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് റിലീസ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നായകനായിട്ട് അഭിനയിച്ചത് അതേഴ്സ് എന്നൊരു ട്രാൻസ്ജെൻഡർ പൊളിറ്റിക്കൽ മൂവിയാണ്. അതേഴ്സ് കഴിഞ്ഞ വർഷം തൃശ്ശൂർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ഫൈനൽ ലിസ്റ്റിലെത്തിയ 6 സിനിമകളിൽ 2 മലയാള സിനിമകൾ ഉണ്ടായിരുന്നുള്ളൂ. 1 ഇലവേഴ പൂഞ്ചറിയും, 2 അതേഴ്സുമായിരുന്നു. ഒത്തിരി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളിൽ പല ഡിപ്പാർട്ട്മെന്റിൽ പല കാറ്റഗറിയിലും റെക്കഗ്നൈസ് ആയിരുന്നു. അപ്പൊ അത് പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഓഗസ്റ്റിൽ റിലീസ് ചെയ്യുന്നുള്ളതാണ്.
ഒരു റോഡ് ത്രില്ലർ ആയിട്ട് വരുന്ന ഒരു മൂവിയാണ്. മൂന്നാമത്തെ സിനിമയാണ് കുരുക്ക്. കുരുക്ക് അതൊരു വൻ വിജയമാവട്ടെ എന്തായാലും. പിന്നെ എങ്ങനെയാണ് ഈ ഒരു സിനിമ മേഖലയിലേക്കുള്ള യാത്രയെ കുറിച്ച് പറയാമോ? അത് വളരെ കഠിന കടവരമാണ്. കാരണം അല്ലാതെ എനിക്ക് മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോ എനിക്ക് മുമ്പേ സിനിമയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആക്ടേഴ്സ്, ബാക്കപ്പ് ഇല്ലാത്ത, ഈവൻ മമ്മൂക്ക തന്നെ, മമ്മൂക്കയാണെങ്കിൽ പോലും ദിലീപേട്ടൻ, ജോജുവേട്ടൻ, അവരുടെയൊക്കെ പാസ്റ്റ് എടുത്തു നോക്കുമ്പോൾ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാർ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 2010 കളക്ടർ എന്നുള്ള അനിൽ സി മേനോന്റെ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ ചെമ്പൻ വിനോദ്, സാജിദ് യാഹിയ, ഞങ്ങളൊക്കെയാണ് അതിനകത്ത് ഒരു ക്ലൈമാക്സ് സീനിൽ ഗുണ്ടകളായിട്ട് അഭിനയിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഓപ്പോസിറ്റുള്ള രാജീവേട്ടൻ അവർ ചെയ്യുന്ന ക്യാരക്ടറിന്റെ ബോഡി ഗാർഡ്സ് ആയിട്ട് ഞങ്ങൾ നിൽക്കുന്നു. അപ്പൊ ആ ഷൂട്ട് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുന്ന ജോജുവേട്ടൻ പുറത്തൊരു വണ്ടിയുടെ ബോണറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇദ്ദേഹം ചാൻസ് വെച്ച് വന്നതാണ് അവിടെ 2010. അതുപോലെ തന്നെ ഞാൻ എന്റെ ഓഡിഷൻ മേറ്റ്സ് ആയിരുന്നു സിജു വിൽസൺ, അതുപോലെ സുധീകോപ്പ. ഞാൻ ജഡ്ജായിട്ടിരുന്ന ഒരു ഓഡിഷനിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് വന്നിട്ട് എന്നെ ഒന്ന് പെട്ടെന്ന് ഓഡിഷൻ ചെയ്ത് വിട്, എനിക്ക് തിരിച്ചവിടെ 2 മണിക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് പോയിട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ എന്റെ കൂടെ ട്രൈ ചെയ്തിരുന്ന പലരും എന്നെക്കാൾ മുമ്പേ എസ്റ്റാബ്ലിഷ്ഡ് ആയി. അപ്പോൾ നമ്മൾ ഈ കീപ് ട്രൈ എന്നുള്ള പരിപാടി അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പൊ എനിക്ക് ചെറുപ്പം മുതലേ സിനിമയിൽ അഭിനയിക്കണം ആഗ്രഹമുണ്ട്, ഒരു നടനാകണം ആഗ്രഹമുണ്ട്. സ്കൂളിലെ നമ്മൾ ആർട്സ് കോമ്പറ്റീഷനിലൊക്കെ നമ്മൾ മോണാക്ട് മിമിക്രി ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് സിനിമയെ സീരിയസ് ആയിട്ട് അന്നൊക്കെ നമുക്ക് പേടിയായിരുന്നു. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ നടനാ അഭിനയിക്കാൻ പോയി പഠിക്കലാന്ന് പറയും. ആ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നില്ലേ? അതുണ്ടല്ലോ, ഇപ്പൊ ഇല്ല. അത് കാരണം ഇപ്പൊ കുറച്ചും കൂടി പാരന്റ്സ് ഒക്കെ അതൊരു കരിയർ ആയിട്ട് കാണുന്നുണ്ട്. ഈവൻ ഞാൻ ക്രിക്കറ്റിൽ ഭയങ്കര ക്രൈസ് ആയിരുന്നു എനിക്ക്. ഞാനപ്പോ ക്രിക്കറ്റില് അണ്ടർ 19 തൃശ്ശൂർ ഡിസ്ട്രിക്ട് സെലക്ഷന് പോകേണ്ട കാര്യം പറഞ്ഞപ്പോൾ ഒരു കിറ്റ് മേടിച്ചു തരാൻ പറഞ്ഞപ്പോൾ സമ്മതിച്ചിട്ടില്ല വീട്ടില്. പക്ഷെ ഇന്നാണെങ്കിൽ പിള്ളേർക്ക് അത് മേടിച്ചു കൊടുക്കും. കാരണം അതൊരു കരിയറാണ്, പഠിച്ചൊരു ജോലി കിട്ടുന്നതിനേക്കാൾ പൊട്ടൻഷ്യൽ അതിനകത്തുണ്ട്, ഏണിംഗ് പൊട്ടൻഷ്യൽ അതിനകത്തുണ്ട് എന്നുള്ളത് ഇപ്പൊ നമുക്കൊക്കെ അറിയാം. പക്ഷെ അന്ന് നമ്മുടെ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവര് വിദ്യാഭ്യാസം അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ പഠിച്ചൊരു സെക്യൂർ ആയിട്ടുള്ള ജോബ് കിട്ടട്ടെ, ലൈഫ് സെറ്റിൽ ആവട്ടെ എന്നാണ് അവരുടെ ആഗ്രഹം. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ പതുക്കെ നമ്മൾ ഓഡിഷനുകളൊക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് കുറെ ഓഡിഷനുകൾ അറ്റൻഡ് ചെയ്യുന്ന മിക്ക ഓഡിഷനുകളിലും സെലക്ടഡ് ആവും, പക്ഷെ സിനിമയിലേക്ക് വിളി വരില്ല. അപ്പൊ ഞാൻ അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും മേ ബി പല റീസൺസ് ഉണ്ടായിരിക്കാം. അപ്പൊ ചില ഓഡിഷനുകൾക്ക് ഡയറക്ടറും അല്ലെങ്കിൽ അതിൽ ഓഡിഷൻ നടത്തുന്ന ആളുകളും പ്രൊഡ്യൂസർ വരെ വിളിച്ചിട്ട് വളരെ നന്നായിട്ടുണ്ട്, രാവിലെ മുതൽ ഞങ്ങൾ ഓഡിഷൻ ചെയ്യാനിരിക്കുന്നത്, താങ്കളുടെ പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ട്, ഇതുപോലെ നമ്മളെ ഇംപ്രസ് ചെയ്ത പെർഫോമൻസ് ഇല്ല എന്ന് പറഞ്ഞ സിനിമകളിൽ പോലും നമ്മളില്ല, ചാൻസ് ഇല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് നിയോ ഫിലിം സ്കൂളിൽ ഒരു ആക്ടിംഗ് കോഴ്സിന് ജോയിൻ ചെയ്യാം, അപ്പൊ നമ്മുടെ ഐഡന്റിറ്റി ക്രൈസിസ് മാറി കിട്ടും എന്ന് കരുതി അങ്ങനെ ഒരു വീക്കെൻഡ് കോഴ്സിന്, ഒരു 6 മാസത്തെ കോഴ്സിന് ജോയിൻ ചെയ്യുന്നു. അവിടെ ഒരു ഏകദേശം ഒരു 8ഓളം ഷോർട്ട് ഫിലിംസിൽ ഡയറക്ഷൻ സ്റ്റുഡൻസിന്റെ കണ്ടിന്യൂറ്റി ഫിലിംസ്, അവരുടെ ഡിപ്ലോമ ഫിലിംസിലൊക്കെ അഭിനയിച്ചു. അതിന്റെ ഒരു ഷോർട്ട് റീൽ ഉണ്ടാക്കിയിരുന്നു, ഒരു 3.5 മിനിറ്റോളം. അപ്പൊ അതിന് തമാശ, ഈ ഷോർട്ട് റീലില് ഞാൻ CD കോപ്പി ചെയ്തിട്ട് ഞാൻ അഭിനയിച്ച ഷോർട്ട് ഫിലിമിലെ എന്റെ ക്യാരക്ടേഴ്സിന്റെ ഫോട്ടോസ് ഉള്ള ഒരു സ്റ്റിക്കർ ഉണ്ടാക്കി. ആ സ്റ്റിക്കറിൽ എന്റെ കോണ്ടാക്ട് നമ്പറും ഇമെയിൽ ID വെച്ച് ഒട്ടിച്ച് ഞാനൊരു 10 CD എപ്പോഴും എന്റെ ലാപ്ടോപ്പ് ബാഗിലുണ്ടാവും. ഇങ്ങനെ ഓരോ ഡയറക്ടേഴ്സിന്റെ അടുത്ത് പോവും, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോവും, ഇതൊക്കെ കൊടുക്കും. പലരും കാണുന്നുണ്ടാവില്ല. അത് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ലാപ്ടോപ്പിൽ ഇത് പ്ലേ ചെയ്ത് കാണിക്കും. അവിടെ പോയിട്ട് സാറേ ഒന്ന് കണ്ടു പോകും, കാരണം ഇത് CD കൊടുത്തു കഴിഞ്ഞാൽ അത് അവര് മാറ്റി വെക്കുള്ളൂ എന്ന് അറിയാം. അപ്പൊ ആ ഇടയ്ക്ക് എന്റെ സുഹൃത്തുക്കൾ പറയും, നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ നിന്റെ 2 CD എടുക്കുന്നുണ്ടായിരുന്നു. കാരണം പണ്ട് നോട്ടീസ് ഇട്ട് പോണ പോലെ നീ ആ പരിപാടി നിർത്തും, നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ 2 CD എടുക്കുന്നുണ്ടായിരുന്നു, ബസ് സ്റ്റാൻഡിൽ ഒരു CD എടുക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ശ്രീനാഥ് രാജേന്ദ്രനെ ഞാൻ കാണാനായിട്ട്, ഒരു റെക്കമെൻഡേഷൻ വഴി കാണാനായിട്ട് ഫോട്ടോ വെച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നു, കാണുന്നു, സെക്കൻഡ് ഷോയിലേക്ക് സെലക്ട് ചെയ്യുന്നു. സെക്കൻഡ് ഷോ കഴിഞ്ഞ് സിബി ജോസ് ചാലിശ്ശേരി എന്നുള്ള ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ വിളിച്ചിട്ടാണ് ലാൽ ജോസ് സാറിന്റെ ഇമ്മാനുവലിൽ ഒരു ക്യാരക്ടർ കിട്ടുന്നത്. ഇമ്മാനുവലിലെ ക്യാരക്ടർ കുറച്ച് നോട്ടീസബിൾ ആയിരുന്നു, നല്ല ക്യാരക്ടർ ആയിരുന്നു. ഒരു 13ഓളം സീൻ ഉണ്ടായിരുന്നു, മമ്മൂക്കയായിട്ടും ഭഗതായിട്ടൊക്കെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് 1-2 നല്ല ഓഫേഴ്സ് വന്നിരുന്നു. പക്ഷെ ഞാനൊരു ഡയറക്ടറുടെ ഡ്രീം പ്രൊജക്റ്റിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യുകയും അതിലെ കഥാപാത്രത്തിന് വേണ്ടി ഞാൻ കളരിപ്പയറ്റൊക്കെ അഭ്യസിച്ചിട്ട് 7-8 മാസം വേറെ സിനിമകളൊന്നും എടുക്കാതെ നിൽക്കുകയും. പക്ഷെ സിനിമയിലെ ഒരു അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടേതല്ലാത്ത പല കാരണങ്ങൾ കൊണ്ടും തീരുമാനങ്ങൾ മാറാം. അത് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അത് സിനിമയുടെ സ്വഭാവമാണ്.
അപ്പൊ അതുപോലെ തന്നെ ആ പ്രൊഡക്ഷൻ ഹൗസിന്റെ തീരുമാനം അനുസരിച്ച് അവരൊരു നാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ളൊരു ആക്ടറെ കാസ്റ്റ് ചെയ്യുകയും അപ്പൊ അത് വല്ലാത്തൊരു ഡെസ്പറേഷൻ ആയി എനിക്ക്. കാരണം 8-9 മാസം നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു, പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് മാറുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്നൊരു ശൂന്യതയാണ്, ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പൊ ഓൾറെഡി 33 വയസ്സുണ്ട്, കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട്. അപ്പൊ ഫാമിലി എന്നുള്ളൊരു പ്രഷർ, എനിക്ക് മാത്രമേ കോൺഫിഡൻസ് ഉള്ളൂ, ബാക്കി ആർക്കും കോൺഫിഡൻസ് ഇല്ല. അപ്പൊ ഈ സിനിമയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു MBBS പഠിച്ചാൽ നമ്മൾ ആ കോഴ്സ് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറാണ്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞാലും എഞ്ചിനീയറാണ്. ഇതൊരു ഷുവർട്ടി ഇല്ലാത്ത പരിപാടിയാണ്. അപ്പൊ നമ്മൾ സക്സസ്ഫുൾ ആവുന്നത് വരെ എനിക്ക് മാത്രമേ എന്നിൽ വിശ്വാസമുള്ളൂ. പക്ഷെ വൺസ് സക്സസ് ആയി കഴിഞ്ഞാൽ എന്നേക്കാൾ വിശ്വാസം ബാക്കിയുള്ളവർക്കായിരിക്കും എന്നിൽ. അതാണ് ഈ സ്റ്റാർസിനെ കുറിച്ച് നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ വരുന്നത്. അവരെക്കാൾ പ്രതീക്ഷയാണ് അവരുടെ സിനിമകളിൽ നമുക്ക്. അപ്പൊ അൺലെസ് ആൻഡ് അണ്ടിൽ ഐ എം ബിക്കം സക്സസ്ഫുൾ, ഈ ജേണി ഞാൻ തന്നെ ക്യാരി ചെയ്യണം. അപ്പൊ അങ്ങനെ ഇതൊക്കെ വിട്ട് നമ്മൾ ന്യൂസിലാൻഡിലേക്ക് പോയി. വീണ്ടും ഒരു 2015 പോയി ഒരു 7 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും സിനിമയിലേക്ക് വരുന്നത്. 2013 ഇമ്മാനൂർ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ട്രെയിനിങ് പ്രോസസ്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ആയിരുന്നു. ചെയ്തിട്ടല്ലേ കാണിക്കുന്നത്. അവിടെ പോയിട്ട് എന്തൊക്കെയാ വേറെ കാര്യങ്ങൾ ചെയ്ത്? ഈ ന്യൂസിലാൻഡിൽ കുറെ കഥകളുണ്ടല്ലോ. അല്ല, ന്യൂസിലാൻഡിലെ കഥകൾ എന്ന് പറഞ്ഞാൽ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു മൈ വൈഫ് ആൻഡ് കിഡ്സ്. കാരണം അവര് റിയലി മിസ് മീ. കാരണം എൻ്റെ മകൾക്ക് 15 വയസ്സ്, രണ്ടാമത്തവന് 10 വയസ്സ്, താഴെയുള്ള ആള് 6 വയസ്സ്. അവരുടെ ഈ ഒരു ഗ്രോവിംഗ് സ്റ്റേജിൽ, ഏർലി സ്റ്റേജിൽ അവർ എന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. വൈഫ് തന്നെയാണ് എല്ലാം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി അവര് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ അതെ, അവര് ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. ന്യൂസിലാൻഡിലേക്ക് പോയപ്പോ ഭയങ്കര ഒരു ലോങ് ട്രാവലാണ് അങ്ങോട്ടേക്ക്. ഒരു 21 hours നമുക്ക് ഫ്ലൈറ്റ്, ഒരു 19 മുതൽ 21 മണിക്കൂർ വരെ ട്രാവൽ ഉണ്ട്. അപ്പൊ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഇങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് ഇരിക്കുക. അപ്പൊ എന്റെ മോൾ എന്നോട് ചോദിച്ചു, പപ്പയ്ക്ക് ന്യൂസിലാൻഡിൽ പോയിട്ടും താല്പര്യമില്ല. താല്പര്യമുണ്ട്, പപ്പയ്ക്ക് സിനിമ വിട്ടു പോകുന്നതിൽ വിഷമമുണ്ടല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു അതിൽ വിഷമമുണ്ട്. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തു, ഇത് ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞ ഒരു അറ്റത്തുള്ള ഒരു കൺട്രിയാണ്. സൂര്യൻ ഉദിക്കുന്നത് അവിടെയാണ് ആദ്യം. ഈ 7 കടലും കടന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സിനിമ സ്വപ്നങ്ങൾ ഇനി ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിട്ടാണ് അവിടെ ചെല്ലുന്നത്. പക്ഷെ ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം കുറച്ച് സ്പിരിച്വലാണ്, അദ്ദേഹം സിനിമ ഫീൽഡിലുള്ള ആൾ തന്നെയാണ്. അദ്ദേഹത്തോട് ഞാൻ പോവാണ്, ഇനി സിനിമയിലേക്കൊന്നും തിരിച്ചു വരാൻ പറ്റും തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സെന്റൻസ് എന്നെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്തു. അദ്ദേഹം നല്ല ഫറവോയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന് 25 ലക്ഷം ഇസ്രായേൽക്കാരുടെ 50 ലക്ഷം കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു വഴി കടല് പിളർന്ന് തുറന്നു കൊടുത്ത ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ ഏത് മരുഭൂമി പോയാലും നിന്റെ ആഗ്രഹം ദൈവം സാധിച്ചു തരുന്നു. ഇത് അദ്ദേഹം പറയുന്നത് 2017 ജനുവരി മാസമാണ്. അപ്പൊ എനിക്കതിന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു ടെർമിനോളജി, കാരണം എന്ന് വെച്ചാൽ 25 ലക്ഷം ഇസ്രായേൽക്കാരുടെ 50 ലക്ഷം കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു വഴി തുറന്നു കൊടുത്ത ദൈവത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ശരിയാണല്ലോ, ഞാൻ അപ്പൊ ഞാൻ ഇപ്പൊ ഓർക്കുമ്പോൾ ഭയങ്കര വാല്യൂ ഉണ്ട് അതിന്. കാരണം അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള 2017 ജനുവരിയിൽ പറഞ്ഞു, 2024 7 വർഷം കഴിഞ്ഞു, ഇപ്പൊ അത് സംഭവിച്ചു. അപ്പൊ ഞാൻ എന്നാലും നമുക്ക് ഉണ്ടാവുള്ളൂ ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും, ഇവിടെ എന്ത് സംഭവിക്കാൻ, ഇവിടെ എങ്ങനെ സിനിമ സംഭവിക്കും. പക്ഷെ ഞാൻ അവിടെ ചെന്ന് ആദ്യത്തെ ആഴ്ച തന്നെ എന്റെ നൈബർ എന്നെ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അല്ലേട്ടാ നിങ്ങൾ എന്ത് പണി കാണിച്ചാൽ ഈ ഇമ്മാനുവലിലൊക്കെ എത്ര നല്ല ക്യാരക്ടർ ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ വന്ന് കിടക്കുക, അല്ല ഇവരൊക്കെ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവുന്ന ആഗ്രഹിച്ചിട്ട് പറ്റാണ്ട് അവിടെ കിടക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ അവിടെ നിന്നാ മതിയായിരുന്നില്ല എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ജീവിതമല്ലേ, റിയൽ ലൈഫും വേറെയാണ്. നമ്മള് റിയാലിറ്റി നമുക്ക് ഫേസ് ചെയ്യണ്ടേ, ഫാമിലി ഉണ്ട്, നമ്മൾ ബാച്ചിലർ അല്ല. അപ്പൊ അവൻ പറഞ്ഞു, ഇവിടെ ഒരാളുണ്ട്, അയാൾ ഒരു പടം ഇവിടെ ഇൻഡിപെൻഡന്റ് സിനിമ ചെയ്തിട്ട് അടുത്ത ആഴ്ച റിലീസ് ചെയ്യും. അപ്പൊ അങ്ങനെ അയാളെ കാണാൻ പോകുന്നു. അയാളാണെങ്കിൽ ഈ തൃശ്ശൂർ ചേതന മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്ഷൻ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ഇതുപോലെ തന്നെ നഷ്ടസ്വപ്നങ്ങളായിട്ട് അവിടെ കഴിയുന്ന ഒരാളാണ്. കാരണം ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവിടെ എത്തിപ്പെട്ടു, പക്ഷെ എന്നാലും സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമായിട്ട് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നു. അത് കഴിഞ്ഞ് ഞാനൊരു ഇന്റർനാഷണൽ കാസ്റ്റിംഗ് ഏജൻസി ഉണ്ട്, സ്റ്റാർ നൗ എന്ന് പറഞ്ഞിട്ട്, അതിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നു. ആ ഏജൻസി ജെറ്റ്ലിയുടെ മുളാൻ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി ഒരു ഇന്റർനാഷണൽ ഓഡിഷൻ നടത്തുന്നു. അതിലേക്ക് ഞാൻ എന്റെ പ്രൊഫൈൽ അയക്കുന്നു. അവര് നമ്മളെ ഓഡിഷന് വിളിക്കുന്നു. അപ്പൊ നിക്കി കാരോ എന്ന് പറഞ്ഞ UK എന്നുള്ള ഒരു ഹോളിവുഡ് ഡയറക്ടറാണ്, ലേഡി ഡയറക്ടറാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. മുളാൻ ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്ത പടമാണ്.
ജെറ്റ്ലി, പിന്നെ അവിടുത്തെ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ഒക്കെ ആയിട്ട് 12 പേരെ സെലക്ട് ചെയ്തു. എന്തോ ഭാഗ്യത്തിന് ഞാനതിൽ പെട്ടു. 2 സീൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ എക്സ്പീരിയൻസ് വളരെ വലുതായിരുന്നു. ഒരു ഹോളിവുഡ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈവൻ നമ്മളെ സർപ്രൈസ് ചെയ്യിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഷൂട്ടിന് വരുന്ന ദിവസം തന്നെ അവര് നമുക്ക് വാലറ്റ് പാർക്കിംഗ് ഉണ്ട്, നമ്മുടെ മൊബൈൽ പോലും വണ്ടിയിൽ വെക്കണം. കോസ്റ്റ്യൂം ടെസ്റ്റിന് നമ്മൾ ചെന്ന ദിവസം ഒരു എപ്പിക് മൂവിയാണത്. 10,000 പടയാളികൾക്കുള്ള പടച്ചട്ടകൾ ഉണ്ടാക്കുന്നു, പ്രോപ്പർട്ടീസ് ഉണ്ടാക്കുന്നു, ഒക്കെ വലിയൊരു ഗ്രൗണ്ടിൽ AC ടെന്റ് അടിച്ചിട്ട് ഇവിടെ നിന്ന് നോക്കുക ഒരു 10-35 പേരാണ് സ്റ്റിച്ചിങ് ഇരിക്കുന്നത്, 10-35 പേരാണ് മറ്റു പരിപാടിക്ക്. ഇങ്ങനെ റോ ആയിട്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ ചെല്ലുന്നു, അവർ നമുക്ക് കോസ്റ്റ്യൂം ടെസ്റ്റ് ചെയ്യുന്നു, സ്കൈപ്പിൽ UK ഇരിക്കുന്ന ഡയറക്ടറായിട്ട് സംസാരിക്കുന്നു, നമ്മളെ കാണിക്കുന്നു. എല്ലാം ഭയങ്കര പക്ക പ്രൊഫഷണലാ. പക്ഷെ ഏകദേശം ഒരു 10-300 പേര് വർക്ക് ചെയ്യുന്ന ആ ടെന്റില് പിൻ ഡ്രോപ്പ് സൈലൻസ്. അതാണ് അവരുടെ ഒരു വർക്ക് കൾച്ചർ നമുക്ക് മനസ്സിലാക്കുന്നത്. പരിപാടിയില്ല. പക്ഷെ അവിടെ നമ്മളൊരു സത്രത്തിനകത്തുള്ള ഷൂട്ടിംഗ് ആയിരുന്നു. ഒരു മൺകൂടാരം ഈ ഹാളിന് അത്രയേ ഉള്ളൂ. അതിനകത്ത് ഏകദേശം ഒരു മൾട്ടിപ്പിൾ ക്യാമറാസ്, ഓരോ ടെക്നീഷ്യൻസും നിൽക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ ആർമിക്കാർ നിൽക്കുന്ന പോലെ ഫുൾ ഈ കാർഗോ പാൻസ്, ഫുൾ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ച് ശരിക്കും നമ്മളൊരു അങ്ങനത്തെ ഫീലാ. അപ്പുറത്ത് നിൽക്കുന്ന ഒരാളോട് സംസാരിക്കുന്ന പോലും നമ്മൾ കേൾക്കൂല. ഒരു വൈക്കോടെ പറയുന്നത്, നമ്മളാണെങ്കിൽ അത് വലിക്കണം ഇത് വലിക്കണം അങ്ങനെയൊക്കെയാണോ. പിൻ ഡ്രോപ്പ് സയൻസ് ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക്. ഞാൻ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഞാനൊരു സംഭവം ചെയ്യും. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സീനിയർ ജൂനിയർ ആർട്ടിസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അതായത് നായിക സത്രത്തിൽ വന്നിട്ട് ഭക്ഷണം ചോദിക്കുമ്പോൾ അവളെ കളിയാക്കി വിടുന്ന സത്രം നടത്തിപ്പുകാരനും അവിടെ ഇരുന്ന് വെള്ളമടിക്കുന്നത് 5-8 പേര്, അതിലാണ് ഞങ്ങൾ. അപ്പോൾ ഇവിടെ വന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വി ഹാവ് പോർക്ക് ആൻഡ് നൂഡിൽസ് എന്ന് പറയുന്നു സത്രം നടത്തുന്ന ആള്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന അപ്പൊ നമുക്ക് ഈ അറ്റൻഷൻ, ക്യാമറയിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നമ്മളോട് ഇരുന്ന് കഴിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ അടുത്ത് നിന്നിട്ടാണ് ഈ രാജകുമാരി ചോദിക്കണേ. അപ്പൊ ഞാൻ വി ഹാവ് പോർക്ക് ആൻഡ് നൂഡിൽസ് എന്ന് അയാൾ പറയുമ്പോൾ ഞാൻ ഈ നൂഡിൽസ് ചോപ്പ് സ്റ്റിക്ക് കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കും, ടീസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ കട്ട് പറഞ്ഞു, ഇപ്പൊ പറയാത്ത കാര്യമാണ് ചെയ്തിരിക്കണേ. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഹായ് മിസ്റ്റർ ആൻഡോ, ദാറ്റ് വാസ് നൈസ്, യു ക്യാൻ ഡു ഫ്രം ത്രൂ ദിസ് സൈഡ് എന്ന് പറഞ്ഞു. ഇതാരാണാവോ വിചാരിച്ചു. ഡയറക്ടർ ലേഡി അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അവർക്ക് ഇങ്ങനെ ടാഗ് ഉണ്ടല്ലോ, ടാഗ് കണ്ടപ്പോഴാണ് നിക്കിക്കാരോ ഡയറക്ടറാന്ന് മനസ്സിലായത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് മാത്രമാണ് ഞാൻ അതിൽ. ഈ 8 പേര് വെള്ളമടിച്ചിരിക്കുന്ന ഒരാൾ, എന്റെ പേര് വരെ അവർക്കറിയാം. ദാറ്റ് മീൻസ് ഒരു ഷോട്ടിൽ ആരൊക്കെ ഇരിക്കുന്നുണ്ട്, വെദർ ഇറ്റ് ഈസ് എ ജൂനിയർ ആർട്ടിസ്റ്റ് ഓർ എ സീനിയർ ആക്ടർ, ഷീ ഈസ് അവെയർ അബൌട്ട് ഹൂ ഈസ് ആക്ടിങ് ഇൻ മൈ ഫ്രെയിം എന്നുള്ളതാണ്. അത് നമുക്ക് കിട്ടുന്ന നമുക്ക് വേറൊരു അറിവ്, തിരിച്ചറിവാണത്. അങ്ങനെ അവർ വന്ന് സംസാരിച്ചു, അവർ തിരിച്ചു പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വീണ്ടും നമ്മൾ സിനിമയിലേക്ക്, കുഴപ്പമില്ല നമുക്കിനി വീണ്ടും ചെയ്യാമെന്നൊരു തോന്നൽ. അത് കഴിഞ്ഞൊരു അവിടെ തന്നെയുള്ള വൗനവ് എന്നുള്ളൊരു പ്രൊഡക്ഷൻ ഹൗസ് ഒരു ഇംഗ്ലീഷ് ഷോർട്ട് മൂവി ചെയ്യാനായിട്ട് ഒരു ഏഷ്യൻ പ്രീസ്റ്റിന്റെ ക്യാരക്ടറിന് വേണ്ടി ഒരാളെ അന്വേഷിച്ച് നടക്കായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ കട്ടത്താടിയൊക്കെ വെച്ച് ഇങ്ങനെ നടക്കുന്ന സമയം അങ്ങനെ അവർ ഓഡിഷന് വിളിച്ചു. അപ്പൊ എൻ്റെ കൂടെ ഒരു പള്ളിയിൽ കുമ്പസാരിക്കാൻ വരുന്ന ഒരു ഫോറിനർ ലേഡി, കുമ്പസാരിപ്പിക്കുന്ന ഒരു ഏഷ്യൻ പ്രീസ്റ്റ്. അത് ജെസിക്ക നേറി എന്ന് പറയുന്ന സ്ട്രീറ്റ് ഗെയിംസ് സീരീസ് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ഹോളിവുഡ് ആക്ട്രസ് ആണ്. അവർ അത്യാവശ്യം പോപ്പുലറാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഓഡിഷനൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്, സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവർ പറയുന്നത് സിംഗ് സൗണ്ടിലാണ് ചെയ്യണമെന്ന്. നമ്മൾ ഇവിടെ പോലും സിംഗ് സൗണ്ട് തുടങ്ങിയിട്ടില്ല എന്നൊന്നും. ആകെ ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ പടമൊക്കെയാണ് ഇവിടെ സിംഗ് സൗണ്ട് 2018. അപ്പൊ ഞാൻ ഒരു സിംഗ് സൗണ്ട്, അത് ഇംഗ്ലീഷ്, ഇങ്ങനെ പണി പാടും. ഞാൻ ഡയറക്ടറോട് പറഞ്ഞു, സാർ ഐ എം നോട്ട് ഷുവർ, എനിക്ക് ഈ സിംഗ് സൗണ്ട് ഇംഗ്ലീഷിൽ ചെയ്യാം. അപ്പൊ ആള് പറഞ്ഞു, ഡോണ്ട് വറി മാൻ, ഇതൊരു ഏഷ്യൻ പ്രീസ്റ്റ് ആണ്, നിങ്ങളുടെ സ്ലാങ് മതി. അങ്ങനെ അത് ചെയ്തു. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമുക്ക് ഒത്തിരി ഫെസ്റ്റിവലുകൾ വിൻ ചെയ്തിരുന്നു. ഒത്തിരി അപ്രീസിയേഷൻ അവിടുത്തെ നേറ്റീവ് പീപ്പിൾ കണ്ടിട്ടും വളരെ നല്ല അപ്രീസിയേഷൻ കിട്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഷിബു ആൻഡ്രൂസിന്റെ പപ്പ എന്നുള്ള സിനിമ സംഭവിക്കുന്നത്. അതാണ് ന്യൂസിലാൻഡിൽ എത്തിയിട്ടുള്ള നമ്മുടെ ഒരു സിനിമ എക്സ്പീരിയൻസ്. അപ്പൊ അവിടെ എത്തിയിട്ട് നമുക്ക് വീണ്ടും ഈ അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എന്റെ ഡെസ്റ്റിനി ഇത് തന്നെയാണെന്നൊരു. അതുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. അല്ല, അത് പപ്പ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എന്നെ ആനന്ദ് കൃഷ്ണരാജ് എന്ന് പറയുന്ന വെസ്റ്റ് ഫോർഡ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഡിപ്ലോമ ഫിലിമിൽ റിയർ വ്യൂ എന്ന് പറഞ്ഞൊരു ഷോർട്ട് മൂവിയിൽ ഞാൻ 2015 അഭിനയിച്ചിരുന്നു. അത് നല്ലൊരു ഷോർട്ട് മൂവി ആയിരുന്നു. ഒത്തിരി ഫെസ്റ്റിവലുകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന ഒരു ഷോർട്ട് മൂവി ആയിരുന്നു. ആനന്ദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഞാനൊന്ന് പറയാമെന്ന് പറഞ്ഞു. അവിടെ നീ പറയാം എന്താ സംഭവം.
ഒരു സൈക്കോ സംഭവം. അപ്പൊ ക്യാരക്ടറിന്റെ ലൈൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനത് കൊള്ളാലോ പരിപാടി, നീ സ്ക്രിപ്റ്റ് ചെയ്തോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടില്ല, ഏട്ടൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യാം. കാരണം അത് പുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ പ്രൊഡ്യൂസർ ഉണ്ടോ എന്ന് ചോദിക്കും, പ്രൊഡ്യൂസറുടെ അടുത്ത് ചെല്ലുമ്പോൾ ആക്ടറുടെ ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. ഇങ്ങനെ ഇവരിങ്ങനെ കിടന്ന് സ്ട്രഗിൾ ചെയ്യാം. പിന്നെ അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീസിബിൾ ആയിട്ടുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിലാണ്. അതായത് ഞാൻ ദ ബെസ്റ്റ് ആയതുകൊണ്ടല്ല. നമ്മളെപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് ആക്സസ് ഉള്ള, എനിക്ക് കിട്ടുന്ന, ഞാനുമായി സഹകരിക്കുന്ന ഒരാളെയല്ലേ ഞാൻ നോക്കും. അതൊരു കൺസെപ്റ്റിലാണ്. അവൻ അവനോട് ശരി നീ എഴുതിക്കോന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അതിലോട്ടും വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരാം. എനിക്ക് വിശ്വാസമാണല്ലോ, നിങ്ങൾ വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു. 2020 ഡിസംബർ നവംബർ 20 ലാസ്റ്റ് വീക്ക് ഒക്കെയാണ് ഞാൻ ടിക്കറ്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുന്നത്. അപ്പം പറഞ്ഞു ടിക്കറ്റ് ഒക്കെ പോകണമെങ്കിൽ ക്യാൻസൽ ചെയ്യാമല്ലോ. അല്ല അത് ഫാമിലി ആയിട്ട് നമ്മളോട് സെറ്റിൽ ആയിരിക്കും അല്ലേ. അപ്പൊ അവൻ പറഞ്ഞു നിങ്ങൾ ജോലിയോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ജോലിയോ സൈൻ ചെയ്തു, അയച്ചു കൊടുത്തു. ഞാൻ അങ്ങനെ ഡിസംബർ 16 തീയതി വരുന്നു 2020. ഞങ്ങൾ 2021 ഫെബ്രുവരിയിൽ ഷൂട്ടിംഗ് തുടങ്ങുന്നു. അതാണ് RJ മഡോണ എന്ന് പറഞ്ഞ സിനിമ. അത് കോവിഡ് സമയമായതുകൊണ്ട് തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നില്ല, സ്ട്രീമിൽ റിലീസ് ചെയ്തു. ഇപ്പൊ സൈനാപ്ലയിൽ വീണ്ടും റിലീസ് ചെയ്തിരുന്നു. അതാണ് തിരിച്ചു വന്നിട്ട് ചെയ്ത ആദ്യത്തെ സിനിമ. അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞ 2013 ഇമ്മാനുവലിന് ശേഷം 7 വർഷത്തിന് ശേഷമാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ അതില് RJ മഡോണ എന്നുള്ള സിനിമയാണ് തുർക്കിയിലെ ഇസ്താംബുൾ ഫിലിം അവാർഡ്സിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിരുന്നു. അത് നല്ലൊരു റെക്കഗ്നീഷൻ ആയിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഇപ്പോൾ കുറച്ച് ഒരു 7 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. റിലീസ് ചെയ്യാനുള്ള ഒരു 3-4 സിനിമകളുണ്ട്. ഇപ്പൊ പെൻഡിങ് ഉണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 6-ാം തിരുകൽപ്പന എന്ന് പറഞ്ഞ ഷൈൻ ടോം നിത്യ മേനോൻ കോമ്പിനേഷനിൽ ഞാൻ ഷൈൻ ടോമിന്റെ കൂടെ ഒരു ബ്രദർ ഫീൽ വരാൻ സാധ്യതയില്ലല്ലോ. അല്ല അത് ആക്ച്വലി പലരും എന്നോട് കാണുമ്പോൾ ഷൈൻ ടോം ആണോ എന്ന് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ വർഷം പപ്പയുടെ പ്രൊമോഷനായിട്ട് ഞങ്ങൾ കൊല്ലത്ത് ഒരു റിസോർട്ടിൽ ഒരു ഇന്റർവ്യൂ സെറ്റ് ചെയ്തിരുന്നു. അപ്പൊ റിസോർട്ടിന്റെ ലോണിൽ നിന്ന് ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തൊട്ടപ്പുറത്ത് ഇങ്ങനെ നാട്ടുകാരും മതിലിന്റെ അവിടെ വന്നിട്ട് ഹായ് ഹായ് ഷൈൻ ഷൈൻ എന്ന് പറഞ്ഞ് വിളിക്കും. ലോങ്ങിൽ അവർ കാണുമ്പോൾ അവർ ഷൈനാണെന്ന് വിചാരിച്ചു. അങ്ങനെ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് പൊളിക്കാനാണ് ഞാൻ നോക്കുന്നത്. എനിക്കത് ബ്രേക്ക് ചെയ്യണം. അപ്പൊ അതിന് എനിക്ക് കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു ഈ 6-ാം തിരുകൽപ്പന. 6-ാം തിരുകൽപ്പനയിൽ ഷൈൻ CA ആയിട്ട് അഭിനയിക്കുന്നു, ഞാൻ SI ആയിട്ട് സബോർഡിനേറ്റ് ആയിട്ട് അഭിനയിക്കുന്നു. പക്ഷേ ഈ സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു റിസംബ്ലൻസ് ഇല്ല കേട്ടോ. അത് അതെ നേക്കഡ് ആയതുകൊണ്ട് കാണുമ്പോൾ മേ ബി ചില ആംഗിളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ പലരും പറയാറുണ്ട്. ഇന്ന് രാവിലെ പോലും ഒരാളെന്നോട് പറഞ്ഞു ഞാൻ ഷൈൻ ആണെന്ന് വിചാരിച്ചു. ഞാൻ ആക്ച്വലി ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോ ഫസ്റ്റ് ക്ലിയർ ആണ് ഷൈനാണെന്ന് വെച്ചു. കുറച്ച് ഇദ്ദേഹം അനിലാണ്. അത് ഈ 6-ാം തിരുകൽപ്പന നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് സ്ക്രീനിൽ നമ്മൾ ഒരുമിച്ച് വരാനുള്ളൂ. മേജർ ഡയറക്ടേഴ്സിനൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാനിപ്പോ ഈ കുരുക്കിലേക്ക് എനിക്ക് വിളി വരുന്നത് 2023 ഏപ്രിൽ 26-ാം തീയതിയാണ്. അപ്പൊ അഭിജിത്ത് എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി ആന്റണി എന്നുള്ള സിനിമയിൽ എനിക്കൊരു ക്യാരക്ടർ ഓഫർ ഉണ്ടായിരുന്നു. നാദിർ ഷാക്കയുടെ ഈ വൺസ് അപ്പോൺ എ ടൈം കൊച്ചിയിലെ ഒരു ക്യാരക്ടർ ഓഫർ ഉണ്ടായിരുന്നു. ജിസ് ജോയ് സാറിന്റെ തലവനിലെ ഒരു പോലീസ് ക്യാരക്ടർ, ചെറിയ ക്യാരക്ടറുകളാണ്. ആ 3 സിനിമകളും വന്ന് നിൽക്കുന്ന സമയത്താണ് കുരുക്കിലേക്ക് വിളി വന്നത്. അപ്പൊ തന്നെ ഞാൻ ജോഷി സാറിനെ ഞാൻ ഏകദേശം ഒരു 20 വർഷമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. 20 വർഷമായിട്ട് പല സമയത്തും പോയി കണ്ടിട്ടുണ്ട്, അവസരം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കാത്തിരുന്ന് കിട്ടിയതാണ് ആന്റണിയിലത്തെ ഒരു ക്യാരക്ടർ. അപ്പൊ അഭിജിത്തിനോട് പറഞ്ഞു അല്ലേട്ടാ ജോഷി സാറിന്റെ പടമാണ്, അല്ലേട്ടൻ വിടണ്ട, അത് പോയി ചെയ്യോ, നമ്മളൊരു 15 ദിവസം നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിനകത്ത് വല്ലാത്തൊരു ഇൻസെക്യൂരിറ്റി തോന്നിയിരുന്നു. കാരണം ഞാൻ എസ്റ്റാബ്ലിഷ്ഡ് ആവാത്തൊരു നടനാണ്. എനിക്ക് വേണ്ടി ചിലപ്പോൾ 15 ദിവസം കാത്തു നിൽക്കില്ല. 15 ദിവസം കഴിഞ്ഞ് അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ വേറെ ആൾ അഭിനയിച്ചു സാധ്യത വളരെ കൂടുതലാണ്. അത് ആരുടെയും പ്രശ്നമല്ല, കാരണം പല അഭിപ്രായങ്ങൾ വരാം. അപ്പോ ഞാൻ കരുതി ഇത് എന്റെ ഒരു ഗോൾഡൻ ചാൻസ് ആണ്. ഞാൻ അഭിജിത്തിനോട് പറഞ്ഞു, അഭിജിത്തെ ഞാൻ അതിൽ പോയിട്ട് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടി ഈ പടം പോസ്റ്റ്പോൺ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇത് ഞാൻ ചെയ്യാം. അതിൽ ഞാൻ മെയിൻ റോളാണല്ലോ, ലീഡ് റോളാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ആ നഷ്ടം ഇത് നികത്തും. കാരണം ഞാൻ സ്ക്രിപ്റ്റിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ അഭിജിത്തിന്റെ കൂടെ ഞാൻ കഴിഞ്ഞ വർഷം 2022 ഈ കേരള ബാങ്കിന്റെ അഡ്വർടൈസ്മെന്റ് അഭിനയിക്കുന്ന സമയത്ത് അഭിജിത്ത് സിനിമ ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ എന്നാൽ അതിൽ ഞാനുണ്ടാവും എനിക്ക് ഉറപ്പില്ല. കാരണം ഞാൻ ചെറിയ ചെറിയ കഥാപാത്രങ്ങളൊക്കെ അഭിനയിച്ചു വരുന്ന ആളല്ലേ. അപ്പൊ അഭിജിത്ത് എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം രാവിലെ 7 മണിയൊക്കെ സമയത്ത് വിളിച്ചിട്ട് ചാനലേട്ടാ ഏതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട്? ഞാൻ പറഞ്ഞു ഇങ്ങനെ 6-ാം തിരുകൽപ്പനയിൽ ഒരു പോലീസ് വേഷം ചെയ്യുന്നുണ്ട്, പിന്നെ
വേറെ ഒരു സിനിമയിലും പോലീസ് വേഷം ചെയ്യുന്നുണ്ട്. അപ്പൊ കംപ്ലീറ്റ് പോലീസ് ആണല്ലോ, ഇനി പോലീസ് വന്നാൽ ചെയ്യുമോ? ഞാൻ ആക്ടറല്ലേ, എനിക്ക് കിട്ടുന്നതൊക്കെ ചെയ്യാം. എനിക്കിപ്പോ ചൂസ് ചെയ്യാവുന്ന രീതിയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. ഇപ്പൊ എനിക്ക് കിട്ടുന്ന ചാൻസ് ഒക്കെ ഉപയോഗിച്ചേ പറ്റൂ. കാരണം എന്നെ ആളുകൾ ഫെമിലിയറൈസ് ചെയ്യണം. ഞാനൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് വരെ എനിക്ക് കിട്ടുന്നതെല്ലാം അഭിനയിക്കാന്നുള്ളേ പറ്റും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കും. അപ്പൊ പറഞ്ഞു അന്ന് ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു സിനോപ്സിസ് അയച്ചു തരാം, ഒന്ന് വായിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുമെന്ന് വെച്ചു. അപ്പൊ നമ്മളിങ്ങനെ ദാഹിച്ച് വിശന്നിരിക്കുന്ന ഒരു ബിരിയാണി കിട്ടുന്ന പോലെയാ, ഞാൻ നീ അയക്കി. അപ്പൊ അവന് സിനോപ്സിസ് അയച്ചു. 14 പേജ് ഉണ്ട്, എല്ലാവരും വായിക്കാൻ ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട്, നീ അയക്കി. അപ്പൊ ആദ്യമായിട്ടാണ് 14 പേജുള്ള സിനോപ്സിസ് എനിക്ക് കിട്ടുന്നത്. സാധാരണ 2 പേജ് 3 പേജൊക്കെയാണ് സിനോപ്സിസ് ഉണ്ടാവുള്ളൂ. ഈ സിനോപ്സിസില് കൃത്യമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റുമോ? നല്ല ഒരു സ്റ്റാർട്ട്, മിഡ്, എൻഡ്, എല്ലാ കോൺഫ്ലിക്ട്സ്, നല്ലൊരു ആർക്ക് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സാധനം ഇതിനകത്ത് എന്തോ ഉണ്ട്, ഇതൊരു കണ്ടന്റ് ഉണ്ട്. കാരണം ഞാൻ വിശ്വസിക്കുന്ന കാര്യം, ഇപ്പൊ നാളെ ഇപ്പം നമ്മൾ എത്ര വലിയ സ്റ്റാർ ആയാലും ഞാൻ വിശ്വസിക്കുന്നത് സ്ക്രിപ്റ്റ് തന്നെയാണ് സ്റ്റാർ എന്നുള്ളത്. അല്ലെങ്കിൽ സ്റ്റാർസ് അഭിനയിക്കുന്ന എല്ലാ പടം വിജയിക്കണം, സ്ക്രിപ്റ്റ് തന്നെയാണ്. നമ്മുടെ മലയാളത്തിലായാലും ഏത് ഭാഷയിലും ഇപ്പം നമ്മളെ എന്നും നമ്മൾ ഓർത്തിരിക്കുന്ന സിനിമകളിലൊക്കെ കണ്ടന്റ് ആണ് കണ്ടന്റ്. അപ്പൊ ഞാൻ ഈ സിനോപ്സിസ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ്. അപ്പൊ അതിനകത്ത് CI സാജൻ ഫിലിപ്പ് എന്നുള്ള ക്യാരക്ടർ എന്നെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ എന്നെ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്ത ക്യാരക്ടർ. ഞാൻ അപ്പൊ തന്നെ സിനോപ്സിസ് വായിച്ചു കഴിഞ്ഞപ്പോ തന്നെ അഭിജിത്തിനെ വിളിച്ചു. അഭിജിത്തെ സ്ക്രിപ്റ്റ് എന്നാ വായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അഭിജിത്ത് പറഞ്ഞു, അല്ലാതെ അടുത്ത ആഴ്ച ഞാനും പ്രൊഡ്യൂസറൊക്കെ കൂടി ഞങ്ങൾ 3-4 പേര് എറണാകുളത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ എറണാകുളത്ത് വെച്ച് നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കാം. അപ്പൊ എനിക്ക് ഒന്നും വേണ്ട, ഒരാഴ്ച വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ ഈ സാധനം എന്റെ കയ്യിൽ പോകും. ഞാൻ പറഞ്ഞേ, നിങ്ങൾ 5 പേര് ഇങ്ങോട്ട് വരണ്ട, ഞാൻ തിരുവനന്തപുരത്തേക്ക് വരാന്ന് പറഞ്ഞു. എപ്പോ വരാൻ പറ്റും? ഞാൻ ഇന്ന് വരണോ നാളെ വരണോ? അപ്പൊ ഇന്ന് വന്നോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ തിരുവനന്തപുരത്ത് എത്തി. അപ്പൊ ഇതിന് മുമ്പ് എന്നോട് ചോദിച്ചു, അതിനകത്ത് ഏത് ക്യാരക്ടർ എനിക്കെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഒരു ചെറിയ ക്യാരക്ടറാ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു അഭിജിത്ത് എന്നോട്. അദ്ദേഹം ചെറുതോ വലുതാണോ എന്നുള്ളത് ക്യാരക്ടർ പറയാം, നല്ല തീരുമാനിക്കാൻ പറ്റും. CI സാജൻ ഫിലിപ്പാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 2 സെക്കൻഡ് ഇങ്ങനെ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും അതാണെന്ന് അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല, അതിനുള്ള നമ്മൾ ആയിട്ടില്ലല്ലോ. കാരണം ഇത്ര ഹെവി സ്ക്രിപ്റ്റ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, ലീഡ് പോലീസ് ക്യാരക്ടർ. അപ്പൊ എന്നെ പോലെയുള്ള ഒരു നടന് സാധ്യതയില്ല അതിൽ. അപ്പൊ നമ്മൾ നാളെ രാവിലെ തന്നെ വരാന്ന് പറഞ്ഞു. പോയി സ്ക്രിപ്റ്റ് നമ്മൾ ഡിസ്കഷൻ ഇരിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് വർക്കൗട്ട് ആവും എന്ന് മനസ്സിലായി. പിന്നെ എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആണ് എന്ന് പറയായിരുന്നു. കാരണം ഒരു ലൗഡ് ആയിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടർ അല്ല അത്, ഒരു ഹീറോയിസം അതിനകത്തില്ല, ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു. അദ്ദേഹം വളരെ വളരെ ഇന്റലിജന്റ് ആണ്, വളരെ ഷാർപ്പാണ്. അപ്പൊ അങ്ങനെ ചില ഫീച്ചേഴ്സ് ആണ് ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ അലറി വിളിച്ച് ഫൈറ്റ് ചെയ്ത് ഹീറോയിസം കാണിച്ച് അങ്ങനെ ഒരു പോലീസ് സംഭവമല്ല. അദ്ദേഹം പല പോയിന്റിലും ഡെഡ് എൻഡ് ആണ് അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ, ഹെൽപ്ലെസ് ആണ്. അപ്പൊ അവിടുന്ന് അദ്ദേഹം അതിനെ എങ്ങനെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ അസംഷനിലൂടെയൊക്കെ പുതിയ ത്രെഡ്സ് എടുത്തിട്ട് മുമ്പോട്ട് പോകുന്ന പരിപാടി. വേറെ കോസ്റ്റേഴ്സ് ആരൊക്കെയായിരുന്നു? കോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ടോട്ടലി നമ്മൾ പറയുകയാണെങ്കിൽ സീനിയർ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കൊല്ലം തുളസി ചേട്ടൻ, മഹേഷ്, ബാലാജി ശർമ്മ, അവരൊക്കെയാണ് ഉള്ളത് സീനിയർ ആയിട്ടുള്ള. പക്ഷെ നമ്മളുടെ കോ ആക്ടേഴ്സ് ത്രൂ ഔട്ട് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതെല്ലാം അപ്കമിങ് ആക്ടേഴ്സ് ആണ്. കാരണം ഇൻസ്റ്റാ ഇൻഫ്ലുവൻസേഴ്സ്, അതായത് സുബിൻ ടാർസൻ എന്ന് പറഞ്ഞ ആടലോടകം എന്ന് പറഞ്ഞൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിലെ സുബിൻ ടാർസൻ ഉണ്ട്, സച്ചു ഉണ്ട്, അനീഷ് ഉണ്ട്, പിന്നെ ശ്രീജിത്ത് ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞിട്ട് കാളിയൻ എന്ന് പറഞ്ഞൊരു സീരിയലിലെ മെഗാ സീരിയലിലെ ഹീറോ, അദ്ദേഹമാണ് എന്റെ സബോർഡിനേറ്റ് SIയുടെ ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ മീരാസ് നായർ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ഇപ്പൊ ഒരു തമിഴ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 3-4 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരാണ് ഒരു വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ലേഡി ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ പ്രീദാസ് പ്രദീപ് എന്ന് പറഞ്ഞ് അവരും സീരിയലില് മെഗാ സീരിയൽ. പ്രൊഡ്യൂസേഴ്സ് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ഷാജി പുനലാൽ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന്റെ നിഷ പ്രൊഡക്ഷൻസ് എന്നുള്ള ഒരു പ്രൊഡക്ഷന്റെ ബാനറിലാണ്. അദ്ദേഹം സിനിമയിൽ ആദ്യമായിട്ടാണ്. അദ്ദേഹം ഒരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ട്രാവൽസ്, നിഷ ട്രാവൽസ് എന്ന് പറഞ്ഞ ട്രാവൽസ് ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രാവൽസും പിന്നെ ഫാം ബിസിനസ് ഒക്കെയാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം കൊണ്ട് ഇതിലേക്ക് വന്ന ആളാണ്. അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കാരണം സിനിമയെ കുറിച്ച് വലിയ ധാരണകളോ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയിൽ എന്നെ പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആവാത്ത ഒരു ആക്ടറെ നായകനാക്കി ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ റിസ്ക്. പിന്നെ ഡയറക്ടറും പുതിയ ആള് എല്ലാം പുതിയത്. പക്ഷെ അദ്ദേഹം വളരെ ഹാപ്പിയാണ്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആള് വളരെ ഹാപ്പിയാണ്. സിനിമ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, പുതിയ ആൾക്കാർ അവർക്ക് കഴിവ് ഭയങ്കര, നമുക്ക് ഉദ്ദേശിക്കേണ്ട അപ്പുറത്തേക്കാണ്.
പഴയ ആൾക്കാർ പക്ഷെ അവർക്ക് സ്പേസ് വേണ്ട ചേട്ടാ. സ്പേസ് കിട്ടില്ല. കാരണം ചിലപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് ചിലപ്പോൾ പറയുമായിരിക്കും. പറയും ഞാൻ വെച്ച് വരുന്ന അസോസിയേറ്റിന് ചിലപ്പോൾ ഒരു അസോസിയേറ്റിന് വയ്ക്കുമായിരിക്കും. നടന്മാര് വരെ ഇടപെടും, എല്ലാവരും ഇടപെടും, സ്വാഭാവികമാണ്. ചിലപ്പോൾ ഒരു പക്ഷെ നടന്മാർക്കോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്കോ പുതിയ ഒരാളെന്നുള്ള രീതിയിൽ ആ സംവിധായകനിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. കാരണം അവൻ പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഒരുപക്ഷെ ആ സംവിധായകൻ അദ്ദേഹത്തിൻ്റെതായ ഒരു സിനിമ പൂർണ്ണമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അഭിജിത്ത് എന്നെ ഇതിലേക്ക് വിളിച്ചതും പല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പല താരങ്ങളുടെ അടുത്ത് ഇവർ അപ്രോച്ച് ചെയ്തിരുന്നു. അതിൽ പല താരങ്ങൾക്കും ഈ സബ്ജക്ട് ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഫണ്ട് പ്രശ്നം. പക്ഷെ അങ്ങനെ വരുമ്പോ അവർ വെച്ച് ചെയ്യാനുള്ള പ്രൊഡ്യൂസർ ഇല്ലായിരുന്നു. ചില പ്രൊഡ്യൂസർമാരുടെ അടുത്ത് ആക്ടറുടെ ഡേറ്റ് ചോദിക്കുമായിരുന്നു. പിന്നെ അഭിജിത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിജിത്തിന്റെ ഒരു സിനിമ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടാവും. കാരണം പൂർണ്ണമായിട്ട് അവന്റെ മനസ്സിലുള്ള ഒരു സിനിമ ചെയ്യാൻ വലിയ ആൾക്കാരൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കാം. എല്ലാം സ്ക്രിപ്റ്റ് മാറല്ലോ. അത് ഞാൻ പറയുന്നത് ശരിയല്ല. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ചേട്ടൻ തിരിച്ചു ചോദിക്കും, നാളെ അനില് എസ്റ്റാബ്ലിഷ് ആയി അനിലും അങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കുമായിരിക്കും. അതിന്റെ സാധ്യത ഇല്ലാതെ പറയരുത്. അല്ല, സാധ്യത അത് എന്താണെന്ന് വെച്ചാലേ, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വിശ്വാസം. ഇപ്പോ നമ്മുടെ ഈ സിനിമയില് എനിക്ക് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയത് നമ്മുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുഹാസ് അശോകൻ എന്ന് പറയുന്ന അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. അദ്ദേഹം ബി ഉണ്ണികൃഷ്ണൻ സാറിന്റെ കൂടെ 8 വർഷമായിട്ട് വർക്ക് ചെയ്തിരുന്നതാണ്. മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപി, ഈ എല്ലാ ആക്ടേഴ്സിന്റെയും കൂടി വർക്ക് ചെയ്തിട്ടുള്ള അസോസിയേറ്റ് ഡയറക്ടറാണ്. പക്ഷെ അദ്ദേഹം നമുക്ക് തമ്മിൽ കംഫർട്ട് ഉണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ക്ലാരിറ്റി നിർബന്ധമുള്ള ഒരാളാണ്. ഞാൻ ചെയ്യാൻ പോകുന്ന ഒരാള് ചിലപ്പോൾ ഞാൻ വളർന്നു വരുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം എനിക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന സീൻ എന്താണെന്നും ആ സീനിൽ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം, അത് എങ്ങനെയാണ് എടുക്കുന്നതൊക്കെ എനിക്ക് അറിയാൻ ശ്രമിക്കും ഞാൻ. അപ്പൊ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്നെ പോലുള്ള ഒരു നടൻ ചിലപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ സീനിയർ ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ചിന്തിക്കും, ഇവൻ ആരെ വന്നപ്പോഴേക്കും മമ്മൂട്ടിയാവണോ പൃഥ്വിരാജ് ആവണോ എന്ന് ചിലപ്പോൾ ചിന്തിക്കാം. പക്ഷെ ഇവര് എന്നെ വളരെ വെരി വെൽ ടേക്കൺ കെയർ ഓഫ് ആണ്. എന്നോട് സീൻ വരുന്നതിന് മുമ്പ് സുഹാസ് അശോകനായാലും അഭിജിത്തായാലും പറഞ്ഞിട്ടാ ഇതാണ് സംഭവം, ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു ചേട്ടാ ഇതെങ്ങനെയാണ്? ഓക്കെ ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ കൺവിൻസ്ഡ് ആയിട്ട് അതിലേക്ക് പോയിരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓഫ് കോഴ്സ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ബേസിക്കലി എനിക്ക് പ്രോംപ്റ്റിങ് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. തുടക്കം മുതൽ എനിക്ക് അത് ഒരു ദൈവാനുഗ്രഹം ഉണ്ട്. കാരണം പഠിക്കുന്ന കാലത്ത് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ഒരു 2 പ്രാവശ്യം വായിച്ചാൽ മതി. ഒരു എത്ര ലെങ്തി ഡയലോഗ് ആയാലും എനിക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോ ഞങ്ങളുടെ കൂടെ ഈ സ്ക്രിപ്റ്റ് അസിസ്റ്റന്റ് ആയിട്ടും ഡയറക്ഷൻ അസിസ്റ്റന്റ് ആയിട്ടും വന്നിരുന്ന പി ജിംഷാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ കുറച്ച് നോവലുകളൊക്കെ കറണ്ട് ബുക്സ് ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നതിന്റെ മൊയ്തീന്റെ കോറൈറ്ററൊക്കെ ആയിരുന്നു. അപ്പൊ ജിംഷാർ ഈ പാക്കപ്പ് കഴിഞ്ഞപ്പോ പാക്കപ്പിന്റെ അന്ന് എന്നോട് പറഞ്ഞത്, അല്ലേട്ടാ നിങ്ങളുടെ ഒരു പ്ലസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്തതിൽ 2 ആക്ടേഴ്സിനാണ് ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉള്ളവർ. ഒന്ന് പൃഥ്വിരാജും പിന്നെ നിങ്ങളുമാണ്. അത് നിങ്ങളുടെ വലിയൊരു ക്വാളിറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടേണ്ട വന്നിട്ടില്ല. കാരണം ഞങ്ങളുടെ ഈ സിനിമയിൽ വളരെ ലെങ്തി ഷോട്ടുകൾ ഉണ്ടായിരുന്നു, ലെങ്തി ഡയലോഗ്സ് ഉള്ളത്. അപ്പൊ അതൊക്കെ നമ്മുടെ ആ ഒരു മെമ്മറി കൊണ്ട് നമുക്ക് കുറെയൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യുന്നതിന് മുമ്പാണെങ്കിലും ഇപ്പൊ അവരെനിക്കൊരു സ്പേസ് തരണ്ടേ? അത് അങ്ങനെ ഡയലോഗ് നമുക്ക് അത്രയും നന്നായിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അഭിനയിക്കാൻ കുറച്ച് ഭയങ്കര ഈസിയാണ്, നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതെ. കാരണം ഞാൻ ഈ പ്രോംപ്റ്റിംഗ് എടുക്കാത്തതിന്റെ കാരണം പലപ്പോഴും ഒരുപക്ഷെ നമുക്ക് പ്രോംപ്റ്റ് ചെയ്തിരുന്ന ആളുടെ ഒരു പേസും അയാളുടെ ഒരു എക്സ്പ്രഷൻ ഓഫ് വോയിസും ആയിരിക്കും നമ്മുടെ മൈൻഡിൽ കയറും. ചേട്ടൻ എനിക്കൊരു കാര്യം പറഞ്ഞു തരുമ്പോ ഞാൻ അതിനെ ഫോളോ ചെയ്യണമല്ലോ. അപ്പൊ എനിക്ക് എന്തായാലും എന്റെ പോസ് അതായിരിക്കും, നിങ്ങളുടെ പോസ് ആയിരിക്കും എന്റെ പോസ്. അതിലേക്ക് മാറും, നമ്മുടെ ശ്രദ്ധയും മാറും. അപ്പൊ നമ്മളെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് അതിനെ ബിഹേവ് ചെയ്യാൻ പറ്റുന്ന തോന്നലാണ്. അപ്പൊ അതിനവർ സമ്മതിക്കണം. കാരണം അവർ സമ്മതിച്ചതിന്റെ കാരണം ആദ്യത്തെ 1-2 ദിവസം കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഓക്കെ ഇയാള് പ്രോംപ്റ്റിംഗ് ഇല്ലെങ്കിലും ടൈം എടുക്കാതെ പോകുന്നു. കാരണം നമുക്ക് എല്ലാം തന്നെ ഒരു ഫസ്റ്റ് ടേക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ടേക്കിൽ അധികം പോയിട്ടില്ല. അപ്പോ അവര് കംഫർട്ടബിളാണ്. കാരണം നമ്മൾ പലതും ജിമ്മിലാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ക്യാമറമാൻ ആള് ഷോൾഡറിലാണ് സാധനം. അപ്പൊ നമ്മളൊരു ടേക്ക് എക്സ്ട്രാ പോകുമ്പോൾ അവർക്ക് ഫിസിക്കൽ സ്ട്രെയിൻ വരും. നമ്മൾ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം കട്ട് പറഞ്ഞ് അവിടെ പോയിട്ട് വേണമെങ്കിൽ ഫാനിന്റെ ചോടെ ഇരിക്കുക. ഇവർ ഈ സാധനം ചുമന്നുകൊണ്ടല്ലോ നിൽക്കണേ. സ്റ്റെയറൊക്കെ കയറുന്ന ഒരു നമ്മുടെ പ്രീ ക്ലൈമാക്സ് ഏരിയയിലൊക്കെ ഒരു സീനില് ഞാനും എൻ്റെ സബോർഡിനേറ്റും തമ്മിൽ എൻ്റെ സ്റ്റേഷന്റെ ഓഫീസ് റൂമിൽ നിന്ന് ഞങ്ങളിങ്ങനെ ഈ കേസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് കോണി കയറി ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് മുകളിൽ എത്തി നിൽക്കുന്നിടത്താണ് ഒരു ഷോട്ട്. അപ്പൊ അതില് ഞങ്ങളുടെ ഡിസ്കഷനാണ്. ഞാനിങ്ങനെ എന്നോട് അയാൾ സംശയം ചോദിക്കുന്നു, അപ്പൊ ഞാൻ എന്റെ നിഗമനങ്ങൾ പറയുന്നു. ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കോണി കയറുന്നത്. അപ്പൊ ഞങ്ങൾ കോണി കയറുന്നു, ഇത്ര വിടുത്തുള്ള കോണിയില് ഞാനിവിടെ നിൽക്കുന്നു, സബോർഡിനേറ്റ് ഇവിടെ നിൽക്കുന്നു, ക്യാമറമാൻ ഇവിടെ. ക്യാമറമാൻ പോകുന്നു ബാക്കിലോട്ടല്ല,
അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ട്. അപ്പൊ ഈ ജിമ്മിൽ പിടിച്ച് ഇങ്ങനെ പോയി കോർണർ എത്തി അവിടെ നിന്ന് ഇങ്ങനെ കയറി മുകളിലെത്തണം. അതും ഞങ്ങൾക്ക് 9:30 അന്നത്തെ കോൾ ഷീറ്റ് മാറുമല്ലോ. 7:45 നമ്മൾ തുടങ്ങുന്നത്. ഇനി നമുക്ക് 2 സീൻ എടുക്കാനുണ്ട്. പക്ഷെ അതൊക്കെ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും സഹകരണത്തോടെ നമുക്ക് ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ ആവാം. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ഞങ്ങളെല്ലാവരും ഗ്രോവിങ് ടുഗദർ ആണ്. കാരണം ഡയറക്ടറുടെ ആദ്യത്തെ സിനിമയാണ്, ക്യാമറമാന്റെ 2ാമത്തെ 3ാമത്തെ സിനിമയാണ്. ഞങ്ങൾ ആരും തമ്മിൽ ഒരു സ്റ്റാർഡം ഡിഫറൻസ് സാധ്യതയില്ല. അതിലെ നമ്മൾ ഒരുമിച്ച് നമ്മൾ ഗ്രോവിങ് ടുഗദർ എന്നുള്ള ഫീലിലാണ് പോകുന്നത്. അതിന്റെ ഒരു കംഫർട്ട് ഭയങ്കരമുണ്ട്. ശരിയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു സിനിമാ വിശേഷങ്ങൾ. അതെ, ഇതിനകത്ത് രണ്ട് സോങ് ഉണ്ട്. ഒന്ന് ജാസി ഗിഫ്റ്റ് പാടിയ സോങ്ങും ഒരു DJ സോങ് ആണ്. പിന്നെ അരവിന്ദ് വേണുഗോപാൽ ഒരു ഫൈറ്റ് ഉണ്ട്. നമ്മൾ ചെങ്കൽച്ചോള കോളനിയിൽ ഒരു കൾപ്രിറ്റുകളെ പിടിക്കാൻ പോകുന്ന ബ്രൂസ്ലി രാജേഷാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാത്രി കോളനിക്കകത്ത് ഇടുന്നുള്ള കുറച്ച് പരിപാടികളാണ്. ഈ എവിടെയൊക്കെ റിലീസ് ഉണ്ട്, എത്ര തിയേറ്റേഴ്സ് ഉണ്ട്? ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ പ്ലാൻ ഡേറ്റ് 5 അല്ലേ? ഡേറ്റ് ജൂലൈ 5th ആണ്. പക്ഷെ നമ്മള് തിയേറ്റർ ലിസ്റ്റ് ഫൈനൽ കിട്ടിയിട്ടില്ല. അത് ഏകദേശം കാരണം ഇപ്പൊ കൽക്കി റിലീസ് ഉണ്ടല്ലോ നാളെ. പിന്നെ അന്നത്തെ റിലീസിന്റെ സിനിമകളുടെ ലിസ്റ്റ് ഒക്കെ അനുസരിച്ച് അന്ന് കുറെ വലിയ സിനിമകളൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അവൈലബിലിറ്റിയും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ട് റെസ്പോൺസ് അനുസരിച്ച് സ്പ്രെഡ് ചെയ്യാന്നുള്ള പരിപാടിയാണ്. കാരണം കൂടുതൽ സിനിമകളിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ അനിലാൻഡോ എസ്റ്റാബ്ലിഷ്ഡ് ആവാത്തൊരു നടന, എനിക്ക് ഫാൻസ് ഇല്ല. എന്റെ സിനിമ വെയിറ്റ് ചെയ്ത് ആദ്യത്തെ ദിവസം ആളില്ല. അപ്പൊ നമുക്ക് ഒബ്വിയസ്ലി ഇതിന്റെ ട്രെയിലർ കണ്ട് നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പൊ ത്രില്ലർ പടങ്ങൾക്ക് ഇവിടെ ഒരു ഓഡിയൻസ് ഉണ്ട്. എല്ലാ സ്ഥലത്തും ത്രില്ലർ പടങ്ങൾക്ക് ഓഡിയൻസ് ഉണ്ട്. ഇപ്പൊ ഗോളം എന്നുള്ള സിനിമ ഇപ്പൊ റീസെന്റ് ആയിട്ട് നല്ല അഭിപ്രായമാണ്. അത് ആദ്യത്തെ തിയേറ്റർ ലിസ്റ്റ് കുറവായിരുന്നു, പിന്നീട് സ്പ്രെഡ് ചെയ്തതാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്കും അങ്ങനെ സംഭവിക്കണം. പണ്ടത്തെ നമ്മുടെ നാടോടിക്കാറ്റ് സിനിമയില്ലേ, അത് ഇറങ്ങിയ ഫസ്റ്റ് വീക്കിൽ ഒരാളില്ല, തിയേറ്ററിൽ ആളില്ല. അവസാനം ഞാൻ പറഞ്ഞു കേട്ടുള്ളത് വേറെ ആൾക്കാരുടെ ടിക്കറ്റ് കൊണ്ട് കയറ്റിച്ചിട്ട് പിന്നീട് ഈ സാധനം വൺ ഹിറ്റ് ആയിരുന്നു. അതെ, ചില സിനിമകൾ റെഫറൻസ് ഞാൻ പറഞ്ഞ പോർത്തൊഴില് കാർത്തി അഭിനയിച്ച കൈദി എന്നുള്ള സിനിമ ഉണ്ടായിരുന്നു. കൈദിയുടെ ഡിസ്ട്രിബ്യൂട്ടർ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു, കോ ഡിസ്ട്രിബ്യൂട്ടർ. ആ സിനിമയ്ക്ക് ആദ്യത്തെ ആഴ്ചയിൽ കുറച്ച് തിയേറ്ററിൽ റിലീസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഒരു 5 ആഴ്ചയൊക്കെ ഇവിടെ ഓടിയിരുന്നു പോർത്തൊഴില്. കൈദിയും നല്ല ഹിറ്റായിരുന്നു. 30ഓളം തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ട് പിന്നെ 132 തിയേറ്ററിലോ മറ്റോ 4 ആഴ്ച ഓടിയിരുന്നു. ഓൺ വോയിസ് ഡബിങ്. അതെ, ഡബിങ്. അതാണ് കൂടുതൽ രസം. അല്ല, ഞാനത് പണ്ട് സിനിമയില് ഏതെങ്കിലും ചാൻസ് കിട്ടാൻ വേണ്ടി അന്വേഷിച്ചിരുന്ന സമയത്ത് അല്ലു അർജുന്റെ ആര്യയൊക്കെ ഇറങ്ങിയ സമയത്ത് എന്നെ അതിന്റെ മലയാളത്തിലേക്ക് ഡബ് ചെയ്യാൻ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ അന്ന് നമുക്ക് കുറച്ച് അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹങ്കാരമല്ല, അതൊരു സ്വാർത്ഥമായ ഒരു അഹങ്കാരമാണ്. കാരണം എന്റെ ശബ്ദം ഞാൻ തന്നെ ഉപയോഗിക്കുള്ളൂ എന്നുള്ള പരിപാടി. അപ്പൊ എന്നോട് പരിചയമുള്ള സ്റ്റുഡിയോയിലുള്ളവർ പറയും, നല്ല പൈസ കിട്ടും, ഈ സംഭവം ചെയ്യും. അതായത് ഇപ്പൊ ജിയോ ബേബി ഡയറക്ടറാണല്ലോ അല്ലു അർജുന് സ്ഥിര ശബ്ദം കൊടുക്കുന്നത്. അപ്പൊ അന്ന് മുതൽ എങ്ങനെ ഇരുന്നിട്ട് പിന്നെ കുറച്ചാൾ കഴിഞ്ഞിട്ട് ഞാൻ സിനിമയൊന്നും കിട്ടാതാകുമ്പോൾ അവര് വീണ്ടും വിളിക്കും, വേറെ തമിഴ് പടം വന്നുണ്ട്, ഡബ് ചെയ്യണ്ട. ഞാൻ തമിഴ് ഡബ് ചെയ്യോ? അല്ല, തമിഴ് മലയാളത്തിൽ ഇല്ലില്ല. തമിഴ് ഇപ്പൊ ഒരു തമിഴ് പടം തുടങ്ങാൻ നിൽക്കുന്നുണ്ട്, മാനേജബിൾ ആണ്. അപ്പൊ അവര് തമിഴ് പടം മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പോഴേ അത് ചെയ്യാനായിട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ എനിക്ക് എന്റെ കഥാപാത്രങ്ങൾക്ക് മാത്രമേ ശബ്ദം കൊടുക്കുള്ളൂ. അപ്പൊ അവസാനം അവര് ചോദിക്കേ നടക്കുമല്ലോ. ഓക്കെ, അപ്പം 5-ാം തീയതിയാണ് നമ്മുടെ ഒരു 5-ാം തീയതിയാണ്. അത് തിരുവനന്തപുരത്താണ് നമ്മളുടെ ഫുൾ ലൊക്കേഷൻ ആയിരുന്നു സിനിമയുടെ. കാരണം പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെ തിരുവനന്തപുരത്തുള്ള. ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു ഒരു 5 വർഷം, 1997 മുതൽ 2002 വരെ. അപ്പൊ അവിടെ നിന്ന് ഓഡീഷനുകൾക്ക് പോകുമ്പോൾ ഓരോ ഓഡീഷന് പോയിട്ടും തിരിച്ചു വന്ന് ഓഡീഷനൊക്കെ സെലക്ട് ആയി കഴിഞ്ഞ് സിനിമ തുടങ്ങുമ്പോൾ ഞാൻ ഉണ്ടാവില്ല. അപ്പൊ എന്റെ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന എന്റെ സുഹൃത്തുക്കൾ പറയേ, നിനക്ക് വേറൊരു പണിയില്ലേ, ഈ പരിപാടിക്ക് പോകണമെന്ന് നിർത്തിക്കൂടെ ചോദിക്കും. അപ്പൊ ഞാൻ അവരോട് തമാശക്ക് പറയും, എടാ എന്തെങ്കിലും എന്റെ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ആകുമ്പോൾ നീ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നിങ്ങൾ കാണുന്നു. അത് നമ്മുടെ ഒരു വാശി, ഒരു സെൽഫ് ചാലഞ്ചാണ്. അപ്പൊ അത് അങ്ങനെ പറഞ്ഞൊരു സുഹൃത്ത് ഇമ്മാനുവൽ കണ്ടിട്ട് ഇന്റർവൽ ടൈമിൽ എന്നെ വിളിച്ചു. നീ അന്ന് പറഞ്ഞു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഇപ്പൊ നിന്റെ പടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഭയങ്കര ഒരു സുഖമുള്ള അനുഭവം. കാരണം ആ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു ഈ സിനിമയുടെ മുഴുവൻ ലൊക്കേഷൻ. ഇപ്പൊ തിരുവനന്തപുരത്തെ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ആ സുഹൃത്തുക്കൾ ഇപ്പൊ 1-2 പേര് ഇന്നലെ വിളിച്ചിരുന്നു.
ജൂലൈ 5 അവര് റിലീസ് കണ്ടോ പോസ്റ്റർ അല്ലേ? കണ്ടപ്പോൾ. ഇവിടെ പോസ്റ്റേഴ്സ് വന്നുണ്ടോ നമ്മുടെ? ഇല്ല, പോസ്റ്ററുകൾ നമ്മൾ ഇറക്കിയിട്ടില്ല. ഇറക്കിയില്ല. പോസ്റ്ററുകൾ നമ്മളിപ്പോൾ അടുത്ത ആഴ്ച ഇറക്കും. ഞാൻ പറഞ്ഞ റിലീസിന്റെ ഒരു പോസ്റ്റർ നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ. ജൂലൈ 5 അനൗൺസ് ചെയ്തു. സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഇന്റർവ്യൂസ് ഒക്കെ വന്നു തുടങ്ങി. അതിനെ കുറിച്ച് എന്തെങ്കിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് ഈ നമ്മുടെ മറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആളുകൾ ഏകദേശം ഒരു 1 മില്യൺ ഒക്കെ ഫോളോവേഴ്സ് ഉള്ള 3-4 പേരുണ്ട്. ഈ സുബിൻ എന്നൊക്കെ പറഞ്ഞ അവർ ഈ മൂവി പ്രൊമോഷൻ പരിപാടികൾ അവർ ചെയ്യുന്ന ആൾക്കാരാണല്ലേ. ഈ ഫാലിമി അതുപോലെ തന്നെ നടന്ന സംഭവത്തിന്റെ ഒക്കെ പ്രൊമോഷൻ അവരെ ചെയ്യണം, കണ്ടന്റുകൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ പലർക്കും 1 മില്യൺ ഒക്കെ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ. അവർക്ക് അവർ ട്രിവാൻഡ്രം ബേസ് ചെയ്താണ്. നല്ല രീതിയിലുള്ള സോഷ്യൽ മീഡിയ കവറേജ് ഉണ്ടാവും. അതന്നെയാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലുള്ളത്, സോഷ്യൽ മീഡിയ. അതാണ് ആൾക്കാരിലെത്തിയ ആൾക്കാരെ ഉറ്റുനോക്കും ഇതെന്ത് സംഭവം. കാരണം എല്ലാവർക്കും മൊബൈലില് അവരുടെ അനുവാദം ഇല്ലാതെ തന്നെ അവിടെ കയറി വരല്ലേ. അതെ അതെ, നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ചാലക്കുടിക്കാരൻ കരൂരുകാരന്റെ ഒരു സിനിമ നമ്മുടെ ചാലക്കുടിയിൽ നിന്നൊരു നമുക്ക് വലിയൊരു താരം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോയ കലാഭവൻ മണിച്ചേട്ടൻ ആ ഒരു റേഞ്ചിലേക്ക് വരാനായിട്ട് നമുക്ക് അദ്ദേഹത്തിന് നമ്മുടെ അനിൽ ആന്റോയ്ക്ക് സാധിക്കും. നല്ലൊരു നായക കഥാപാത്രമാണ്. പക്ഷെ നല്ലൊരു സിനിമയായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളാണ് നമ്മുടെ സിനിമയുടെ വിധി നിർണ്ണയിക്കുന്ന ആളുകൾ. ഞങ്ങളെല്ലാവരും സിനിമ കണ്ടവരും സിനിമ ഇതിനു മുമ്പ് കണ്ട സിനിമയ്ക്ക് പുറത്തുള്ളവരും വളരെ ഹാപ്പിയാണ്. അങ്ങനെ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് സസ്പെൻസ് ത്രില്ലറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളാരെയും നിരാശപ്പെടുത്തില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ തിയേറ്ററിൽ തന്നെ പടം പോയി കാണണം. ഞങ്ങളുടെ സിനിമ വിജയിപ്പിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ലക്ഷ്മി ജ്വല്ലറി, കൊടുങ്ങല്ലൂർ, നോർത്ത് പറവൂർ, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, ചാലക്കുടി. ഫണ്ട് അറേഞ്ച് ചെയ്യണം. ITU ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ, പിന്നെ ടെൻഷൻ. എന്റെ NRI ഡിപ്പോസിറ്റ് ITU ബാങ്കിലാ. ലോൺ ആയാലും ഡെപ്പോസിറ്റ്സ് ആയാലും ബാങ്ക് ITU തന്നെ. മനസ്സറിഞ്ഞ സൗഹൃദം, ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ബെറ്റർ ബാങ്കിംഗ്, ബെറ്റർ ലൈഫ്. ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ. ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ. ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി. സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ്. ചിറയത്ത് ജ്വല്ലറി, സൗത്ത് ജംഗ്ഷൻ, ചാലക്കുടി.